നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലത്തിൽ ഈ വരുന്ന ആഴ്ച നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, 2ാം ഭാവത്തിൽ ഇടവത്തിലും ഗ്രഹങ്ങളില്ല, മിഥുനത്തിൽ ചന്ദ്രൻ വ്യാഴത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നു, 5ാം ഭാവം അതായത് ചിങ്ങത്തിൽ കേതു, മകരത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ബുധൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ 3 ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുത്തിട്ടുണ്ട്. ചൊവ്വ ഉച്ചസ്ഥനായി മകരത്തിൽ നിൽക്കുന്നു, എങ്കിലും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ. ചന്ദ്രൻ ബലവാനായി വ്യാഴത്തോടുകൂടി യോഗകാരകനായി ഒരു കേസരി യോഗം ചെയ്ത് നിൽക്കുന്നു. ഇതാകുന്നു ഇവിടുത്തെ താൽക്കാലിക ഗ്രഹസ്ഥിതി. ഒരു വാരക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. മൂലം പോരാട് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിയിൽ ഗ്രഹങ്ങളില്ല. 2ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, 3ാം ഭാവത്തിൽ രാഹു, 4ൽ ശനി, 7ൽ വ്യാഴൻ, ചന്ദ്രൻ, 9ൽ കേതു. ഒരു ഊർധ്വമുഖ രാശിയാണ് ധനുരാശി. ഈ ഒരു മാസം ഊർധ്വസ്ഥതനികെ പ്രസൂതി, താനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരംഭം, തുടക്കം, ബിഗിനിങ്, ഓപ്പണിംഗ് ഈ ഒരു വാരം ഉണ്ടാകും. ഗതകാര്യാരംഭിണാം പൃച്ഛതാം ഔന്നത്യം, യാത്രയും പോക്കുവരവും ചിന്തിക്കുന്ന പ്രഷ്ടാവിന് നല്ല നന്മകൾ വരും. ഇവിടെ സന്താനവതി ആഗ്രഹം ഉച്ചസ്ഥനാണ്. മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ധാരാളം നന്മകൾ വരുന്ന സമയമാണ്. ഇവിടെ യുവതിക്ക് ഗർഭം ധരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ചികിത്സകൾ ചെയ്യാം. IVF പോലുള്ള ചികിത്സകൾ ചെയ്യാനും വളരെ അനുകൂലമാണ്. എടുത്തു ചാടാതെ ധന നിർവഹണത്തിൽ ശ്രദ്ധിച്ചാൽ നഷ്ടം വരാതെ കാര്യങ്ങളൊക്കെ നീക്കാം. എടുത്തു ചാടാതെ 2ൽ ചൊവ്വയാണ്, അല്ലെങ്കിൽ 2ൽ സൂര്യനുമുണ്ട്. പലപ്പോഴും വലിയ പ്രതീക്ഷകളോടുകൂടി കാര്യം ചെയ്തിട്ട് ബുദ്ധിമുട്ടിലേക്ക് പോകും. അതിനാൽ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം ഈ ഒരു വാരം ധനുരാശി. ഇവിടെ 7ാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവുമുണ്ട്. അതിനാൽ നന്നായി ഒരു കേസരി യോഗമുണ്ട്. വിവാഹ വിഷയത്തിൽ വളരെ അനുകൂലമാണ്. വിദേശത്തിൽ സുഹൃത്ത് തന്നെ തേടി വരിക, അതായത് തനിക്ക് കാശ് തരാനുള്ള വ്യക്തി തനിക്ക് കാശ് തരിക, ഇതൊക്കെ സംഭവിക്കും. ദേവാലയ വിഷയത്തിലാണെങ്കിൽ ദേവന് ധാരാളം ആഭരണങ്ങൾ വരുന്ന ആഴ്ചയാണിത്. ജനങ്ങൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധി കഴിഞ്ഞാൽ ദേവാലയങ്ങളിൽ കാശ് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. അത് ഏറ്റവും കൂടുതൽ തിരുപ്പതിയിലാണ്. ഏതായാലും ഈ ഒരു വാരം പ്രതീക്ഷയുള്ള വാരമാണ്. ഷെയർ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വാരം വളരെ ഗുണം വരും. ഭൂമിപരമായ ക്രയവിക്രയങ്ങൾ അതിനും ഏറ്റവും അനുകൂലമാണ്. സന്താന വിഷയത്തിലും നല്ല പ്രതീക്ഷകൾ ഈ വാരത്തുണ്ടാകാം. ഏതായാലും ഈ ഒരു വാരം ഒരു ഉത്തമമായ ഒരു വാരമാണ്. ശ്രദ്ധിച്ചാൽ ധനരാശിക്കാർക്ക് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചിതരായി സാമ്പത്തികമായി ഗാർഹികമായ വിഷയത്തിൽ കൂടുതൽ നന്മകൾ സംഭവിക്കുന്ന വാരമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.